അതിന്റെ മൂന്നാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ സംഘർഷം കേവലം അതിർത്തികളിൽ ഒതുങ്ങാതെ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങളിലേക്കും വ്യാപിക്കുമെന്ന ഭീതി വർദ്ധിപ്പിച്ചുകൊണ്ട് റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പുതിയ മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. യുക്രൈനിലേക്ക് ഡ്രോണുകൾ നിർമ്മിച്ചു നൽകുകയും അത് വിതരണം ചെയ്യാൻ സൗകര്യമൊരുക്കുകയും ചെയ്യുന്ന യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയാണ് മോസ്കോ ഇപ്പോൾ തിരിഞ്ഞിരിക്കുന്നത്. യുക്രൈന് ആയുധങ്ങൾ നൽകുന്നത് സംഘർഷം വർദ്ധിപ്പിക്കുമെന്നും ഇതിന് വലിയ വില നൽകേണ്ടി വരുമെന്നുമാണ് റഷ്യയുടെ വാദം. ഇതിന്റെ ഭാഗമായി വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ഡ്രോൺ നിർമ്മാണ കേന്ദ്രങ്ങളുടെയും പരിശീലന കേന്ദ്രങ്ങളുടെയും ഒരു പട്ടിക തന്നെ റഷ്യൻ പ്രതിരോധ മന്ത്രാലയം പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. റഷ്യ പുറത്തുവിട്ട ഈ പട്ടിക അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചലനങ്ങളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. യുക്രൈനിനെ സൈനികമായി സഹായിക്കുന്ന രാജ്യങ്ങളുടെ ശൃംഖലയെ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും ആ കേന്ദ്രങ്ങളെല്ലാം ഇപ്പോൾ റഷ്യയുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നുമാണ് മോസ്കോ നൽകുന്ന സന്ദേശം. മുൻപ് വെറും വാക്കുകളിൽ ഒതുങ്ങിയിരുന്ന ഭീഷണികൾ ഇപ്പോൾ കൃത്യമായ ഭൂപടങ്ങളുടെയും വിവരങ്ങളുടെയും അടിസ്ഥാനത്തിൽ പുറത്തു വരുന്നത് നാറ്റോ സഖ്യകക്ഷികളെ കുറച്ചൊന്നുമല്ല ആശങ്കയിലാഴ്ത്തുന്നത്. റഷ്യയുടെ നിലവിലെ സുരക്ഷാ കൗൺസിൽ ഡെപ്യൂട്ടി ചെയർമാൻ ദിമിത്രി മെദ്വദേവ് നടത്തിയ പ്രസ്താവന ഈ ഭീതിക്ക് ആക്കം കൂട്ടുന്നതാണ്. ഈ കേന്ദ്രങ്ങൾ റഷ്യയുടെ നിയമാനുസൃതമായ സൈനിക ലക്ഷ്യങ്ങളാണെന്നും എപ്പോൾ വേണമെങ്കിലും ആക്രമിക്കപ്പെടാമെന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. യുദ്ധക്കളത്തിൽ ഡ്രോണുകൾ വഹിക്കുന്ന നിർണായക പങ്ക് കണക്കിലെടുത്താണ് റഷ്യ ഇത്തരമൊരു നീക്കം നടത്തുന്നത്. റഷ്യൻ സൈനിക കേന്ദ്രങ്ങൾക്കും കപ്പലുകൾക്കും നേരെ ഉക്രൈൻ നടത്തുന്ന ഡ്രോൺ ആക്രമണങ്ങൾ മോസ്കോയ്ക്ക് വലിയ തലവേദന സൃഷ്ടിക്കുന്നുണ്ട്. ഈ ഡ്രോണുകളുടെ ഉറവിടം കണ്ടെത്തി അവയെ തകർക്കുക എന്ന തന്ത്രമാണ് ഇപ്പോൾ പുടിൻ പയറ്റുന്നത്. യൂറോപ്യൻ രാജ്യങ്ങൾ തങ്ങളുടെ മണ്ണിൽ ഉക്രൈനു വേണ്ടി സൈനിക സൗകര്യങ്ങൾ ഒരുക്കുന്നത് നേരിട്ടുള്ള യുദ്ധപ്രഖ്യാപനമായി കാണുമെന്നാണ് റഷ്യയുടെ ഇപ്പോഴത്തെ നിലപാട്. ഇത് റഷ്യയും നാറ്റോയും തമ്മിലുള്ള നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നയിച്ചേക്കാമെന്ന ഭീതി ആഗോളതലത്തിൽ പടരുന്നുണ്ട്. റഷ്യയുടെ ഈ ഭീഷണിയെ യൂറോപ്യൻ രാജ്യങ്ങൾ അതീവ ഗൗരവത്തോടെ തന്നെയാണ് കാണുന്നത്. പോളണ്ട്, ലിത്വാനിയ, സ്വീഡൻ തുടങ്ങിയ രാജ്യങ്ങൾ തങ്ങളുടെ സൈനിക ജാഗ്രത വർദ്ധിപ്പിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പരമാധികാരത്തിനു മേലുള്ള ഭീഷണിയായി ഇതിനെ കാണുന്ന യൂറോപ്പ് ഉക്രൈനുള്ള പിന്തുണയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആവർത്തിക്കുന്നുണ്ടെങ്കിലും റഷ്യയുടെ മിസൈൽ കരുത്തിനെ അവർ ഭയപ്പെടുന്നുണ്ട്. ഡ്രോൺ കേന്ദ്രങ്ങൾ എവിടെയാണെന്ന് റഷ്യൻ ഇന്റലിജൻസ് കണ്ടെത്തിയത് തങ്ങളുടെ സുരക്ഷാ സംവിധാനങ്ങളിലെ പാളിച്ചയാണോ എന്ന പരിശോധനയിലാണ് പല പാശ്ചാത്യ രാജ്യങ്ങളും. ആധുനിക യുദ്ധതന്ത്രങ്ങളിൽ ഡ്രോണുകൾക്കുള്ള സ്വാധീനം വരും ദിവസങ്ങളിൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് എത്തിക്കുമെന്നത് ഉറപ്പാണ്. ഇതോടെ വ്യക്തമാകുന്നത് ലോകം മറ്റൊരു വലിയ യുദ്ധത്തിന്റെ നിഴലിലാണ് എന്ന് തന്നെയാണ്. റഷ്യയുടെ മേജർ സ്ട്രൈക്ക് മുന്നറിയിപ്പ് കേവലം വാചക കസർത്തല്ലെന്നും മറിച്ച് കൃത്യമായ സൈനിക തയ്യാറെടുപ്പുകളുടെ ഫലമാണെന്നും നിരീക്ഷകർ കരുതുന്നു. ലക്ഷ്യസ്ഥാനങ്ങൾ നിർണയിക്കപ്പെട്ട സാഹചര്യത്തിൽ ഏതെങ്കിലും ഒരു യൂറോപ്യൻ കേന്ദ്രത്തിന് നേരെ റഷ്യ ആക്രമണം നടത്തിയാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നയിച്ചേക്കാം. അന്താരാഷ്ട്ര സമൂഹം സമാധാന നീക്കങ്ങൾക്കായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിർത്തികൾക്കപ്പുറമുള്ള ആയുധ നിർമ്മാണശാലകളെ ലക്ഷ്യം വെച്ചുള്ള പുടിന്റെ ഈ പുതിയ നീക്കം യൂറോപ്പിനെ മുൾമുനയിൽ നിർത്തുകയാണ്. സമാധാനത്തേക്കാൾ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എന്ന പോലെ യൂറോപ്പിലും ഇപ്പോൾ പെയ്യാൻ വെമ്പി നിൽക്കുകയാണ്. വരും ആഴ്ചകളിലെ റഷ്യൻ നീക്കങ്ങൾ ലോകക്രമത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നവയായിരിക്കും.